അത് പറഞ്ഞപ്പോഴാണ് സാബു ചേട്ടനും എനിക്ക് തോന്നുന്നു വലിയൊരു ബ്രേക്ക് ഉണ്ടായിരുന്നു. ഇല്ല സാബു ചേട്ടാ, നമ്മള് വെറുതെ ഇങ്ങനെ കാഷ്വലി ഇങ്ങനെ സംസാരിച്ചു പോവായിരുന്നു. അപ്പൊ ഒരു ബ്രേക്ക് എന്നുള്ള ഒരു സാധനം വന്നു. ആ ബ്രേക്ക് അല്ല, നമ്മുടെ കരിയറിൽ ഉണ്ടാവില്ലേ. സാബു ചേട്ടനും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന പോലെ ഇടയ്ക്ക് പോയി മുങ്ങി. പിന്നെ ഞാൻ ഇവിടെ കിടന്ന് നശിച്ചു പോണെന്നും പറഞ്ഞ് എന്നെ പിടിച്ച് സൗദി അറേബ്യ കയറ്റി വിട്ടു. എന്നിട്ട് അവിടെ പോയിട്ട് അപ്പൊ എനിക്കൊരു ജോലി കിട്ടി. സ്വിസ് എയർലൈൻസിൽ. എന്നിട്ട് കുറച്ചാൾ കഴിഞ്ഞ് സ്വിസ്സിനെ ലുഫ്താൻസ ജർമ്മൻ എയർലൈൻസ് വാങ്ങിച്ചു. വാങ്ങിച്ചപ്പം അവന്മാര് എന്നെ പോണ്ട, ഇവിടോട്ട് കയറിക്കോളാൻ പറഞ്ഞു ലുഫ്താൻസയിലേക്ക്. കാരണം ഞാൻ നല്ല സെയിൽസ്മാനാണ്. അപ്പം അവിടുത്തെ മാഗസിനിലൊക്കെ ഫോട്ടോ വന്നിട്ടുണ്ട് എന്റെ. എന്നിട്ട് ഒരു ദിവസം ഞാൻ ജോലി രാജിവെച്ചു. രാജിവെച്ചെന്ന് പറഞ്ഞാല് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ലുഫ്താൻസന്ന് കിട്ടിയ ഒരു ജോലി റിസൈൻ ചെയ്യുന്ന ലോകത്ത് ആദ്യത്തെ അവസാനത്തെ ആള് ഞാനായിരിക്കും. കാര്യം അത്രയും കിട്ടുന്ന കമ്പനിയാണ്. പക്ഷെ എനിക്ക് മനസ്സിൽ എനിക്കൊരു സ്റ്റുഡിയോ ഫ്ലോർ ഉണ്ടാക്കണമെന്ന് ചിന്ത വന്നു. അങ്ങനെ അപ്പൊ എനിക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലോർ ഉണ്ടാക്കണമെന്നായിരുന്നു. അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. അതിനൊക്കെ പൈസ ഇല്ലായിരുന്നു. അത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് വരണ്ടേ. അതിലൊരു രസമില്ല, റിസ്ക് വേണം. അത് അങ്ങനെയാണ് റിസ്ക് എടുത്ത് വന്ന് അത് നടന്നില്ല. അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോ വീണ്ടും എന്നെ അന്ന് മതിൽ ചാരിയിരുന്നപ്പോ എന്റെ അടുത്ത് വന്ന് ചോദിച്ച ആളില്ലേ, അയാൾ പിന്നെ എന്റെ അടുത്ത് ചോദിച്ച് ഒരു പരിപാടി കൊണ്ട് കയറുന്നു. അങ്ങനെ വീണ്ടും കയറി. ഇപ്പൊ എത്ര വർഷമായി എനിക്ക് തോന്നുന്നു, ഇപ്പൊ 6-7 വർഷമായിട്ട് വീണ്ടും സജീവമായിട്ട്. നമ്മള് കാണുന്ന പോലെ ഒന്നുമല്ല സാബുണ്ണൻ അല്ലേ. തരികിട സാബു എന്നൊക്കെ പേര് മാത്രമേ ഉള്ളൂ. ഇതിന് വേറെ രസമുണ്ട്. ഇപ്പൊ ഈ ന്യൂജൻ പിള്ളേരില്ലേ, അപ്പൊ ഈ ന്യൂജൻ പിള്ളേർക്ക് ആക്ച്വലി ഈ പ്രോഗ്രാം അറിയില്ല. കാരണം ഞാൻ ഏതാണ്ട് 23 years ബാക്കാണ് ഇത് ചെയ്യുന്നത്. അതുപോലെ ഇതിന്റെ ഡിജിറ്റൽ പതിപ്പുകൾ എവിടെയും ഇല്ല. അപ്പൊ ഈ പുതിയ ആളുകളുടെ വിചാരം ഇവൻ എന്തോ പഴയ തരികിടയായിരുന്നു. പിന്നെ ഞാൻ അപ്പോഴെപ്പോഴായിട്ട് അതിനുള്ള സാധനങ്ങൾ ഞാൻ ഇട്ടു കൊടുക്കുകയും ചെയ്യും. എന്റെ അഭ്യാസ പ്രകടനങ്ങൾ എനിക്ക് 23 വയസ്സേ ഉള്ളൂ. അതിന്റെ അപ്പുറത്തേക്ക് എന്റെ ബ്രെയിൻ വളർന്നില്ല. ബ്രെയിൻ സ്റ്റക്കാണ്. നമുക്കപ്പോ എന്തായാലും ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവരോടുമായിട്ട് ഷെയർ ചെയ്ത് കുഴിന്ന് എണീപ്പിക്കാൻ ഒരാൾ വേണ്ടി വരുമായിരിക്കും. എന്റെ ഒരു സാധനം പാളിപ്പോയി, അടുത്തെന്തെങ്കിലും പിടിക്കും. ഞാൻ എന്റെ അഭിനയം നിങ്ങൾ ഏറ്റില്ല. പക്ഷെ വേറെ സാധനം ഉണ്ടെങ്കിൽ ഫ്ലൈറ്റിന്റെ ടെക്നിക്കൽ വേണ്ട ഈ നടത്തിപ്പുകാരനെ എനിക്ക് ഒരു വിലയില്ല ഇവിടെ. അടുത്ത റൂട്ട് പിടിക്കാം.